സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ഛത്തീസ്ഗഡിലുള്ള മുംഗൈ മാതാ മന്ദിറിലാണ്. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂരിൽ നിന്നും 80 കിലോമീറ്റർ മാറി സൂറത്ത് കൊൽക്കട്ട ഹൈവേയിൽ, അതായത് NH 53 ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബൈ റോഡ് ഇവിടേക്കെത്താൻ എളുപ്പവുമാണ്. ബാവൻകേര എന്ന ഗ്രാമത്തിൽ വനത്തിനുള്ളിൽ വലിയൊരു മലയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമുള്ള കാട്ടിൽ നിന്നും എന്നും വൈകിട്ട് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന കരടികളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അത് കേട്ടറിഞ്ഞാണ് ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് അതിരാവിലെ ചണ്ഡീദേവി മന്ദിരത്തിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് 4:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത്. കരടികൾ എത്തുന്ന സമയമായതിനാൽ വൈകിട്ട് 4 മണി കഴിഞ്ഞാൽ മലമുകളിലുള്ള അമ്പലത്തിലേക്ക് ആരെയും കടത്തിവിടുകയില്ല. അതിനാൽ എനിക്ക് മലമുകളിലുള്ള ഗുഹാക്ഷേത്രത്തിലെത്തി മുംഗൈ മാതായെ ദർശിക്കാൻ സാധിച്ചതുമില്ല. താഴെയുള്ള ഈ ഉപദേവതാ പ്രതിഷ്ഠകൾ തൊഴുത് സായുജ്യമടയുകയേ നിവർത്തിയുള്ളൂ. 6 കരടികളാണ് ഇവിടെ സ്ഥിരമായി ക്ഷേത്രദർശനത്തിനെത്തുന്നത് എന്നാണ് അറിഞ്ഞത്. എങ്കിലും ഇന്ന് ഞാൻ വന്നതുകൊണ്ടാണോ ആവോ ഒരാളെ എത്തിയിട്ടുള്ളൂ. ഏതായാലും ഇവിടുത്തെ ഈ സ്വാമി മഹാരാജിനടുത്ത് ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ നിൽക്കുന്ന ഈ കരടി ഒരു അത്ഭുതം തന്നെ. സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിപ്പോൾ മുംഗൈ മാതാ അമ്പലത്തിലാണ്, ഛത്തീസ്ഗഡിൽ. ഇവിടുത്തെ പൂജാരിയാണ്, ഇവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരിയാണ് അദ്ദേഹം. നമ്മളോടിപ്പോൾ ഈ മുംഗൈ മാതയെക്കുറിച്ച് കാര്യങ്ങൾ പറയും. ഹിന്ദിയിലാണ് പറയുന്നത്, ഞാൻ പിന്നീട് മലയാളത്തിലാക്കി തരാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകമായിട്ടുള്ള ഈ കരടി, ഒരു കരടിയേ ഉള്ളൂ, 4-5 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഇത് ഒരാളെ ഇവിടെ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ താമസിച്ച് പോയി. അതുകൊണ്ട് എനിക്ക് അമ്പലം കയറി ദർശനം നടത്താൻ പറ്റിയില്ല. നാളെ രാവിലെ ഞാൻ വീണ്ടും വരാമെന്ന് വിചാരിക്കും. പക്ഷേ രാവിലെ വരുമ്പോൾ കരടിയെ കാണാൻ പറ്റിയില്ല. അപ്പം നമ്മൾക്ക് ഈ പൂജാരി ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു തരും. അച്ഛാ മഹാരാജ് आप बोलिए, ये इसका कुछ स्टोरी कुछ है मुंगई माता के बारे में? हाँ, ये भालू आने का इसका सन 2011 से भालू आना यहाँ स्टार्ट हुआ। हाँ। ये छत्तीसगढ़ है। हाँ। छत्तीसगढ़ का 6वां नंबर शक्तिपीठ देवी है। ओ शक्तिपीठ है। और 21 गांव इसमें जुड़ा हुए हैं। 21 गांव ये समिति द्वारा चल रहे हैं। ट्रस्ट है, ट्रस्ट समिति है। हाँ, हाँ, समिति है, अभी ट्रस्ट में नहीं गया है। हाँ, हाँ। और ये सन 2011 से आ रहे हैं यहाँ। हाँ। कुछ कहानी है ये भालू आने का, इसका कुछ वजह है क्या? ये तो आदि अनंता देवी है ना, आदि नंदा देवी। आदि अनंता देवी है। हाँ। पहले ऐसे गुफा, अभी गुफा में भी है। हाँ, हाँ। और अब मंदिर बन गया थोड़ा से। हाँ, हाँ। धीरे धीरे करके ये सब हो रहे हैं। अच्छा अच्छा, धन्यवाद. सोनू सोनू नाम से रखे हैं। ഈ കരടിയുടെ പേര് മോനു എന്നാണ്. मोनू सोनू। मोनू सोनू. ओ ये इसका नाम मोनू है? नहीं, उसका नाम मोनू, ये सोनू है। ओ ये सोनू है. इसका छोटी बहन का नाम ये छोटी है. ओ ये छोटी है. ओ दीदी का नाम सोनू है. हाँ, ये मोनू. हाँ ये मोनू. अच्छा अच्छा. ഈ മോനു കരടിയുടെ ചേച്ചി സോനുവും അതിൻ്റെ 3 കുട്ടികളും പിന്നെ ഒരു വലിയ ആൺകരടിയും, ഇത്രയും പേരാണ് ഇവിടുത്തെ നിത്യ സന്ദർശകർ. നേരത്തെ ഫ്രൂട്ടിയും മറ്റും ആൾക്കാർ ഇവയ്ക്ക് വാങ്ങിക്കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും പറ്റുകയില്ല. ഞാൻ ഒരു ചെറിയ കുപ്പിയിൽ കുറച്ച് പാലും ബിസ്ക്കറ്റുമൊക്കെ തൊട്ടടുത്ത കടയിൽ നിന്നും ഈ മോനു കരടിക്ക് വാങ്ങി നൽകിയിരുന്നു. അത് സ്വാമി അതിന് കൊടുത്തത് തൊട്ടടുത്ത് തന്നെ നിന്ന് ഞാൻ കാണുകയും ചെയ്തു. അതിന് കുടിക്കാനായി ഒരു ബക്കറ്റ് നിറയെ വെള്ളം പൂജാരി കൊണ്ടുവച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സമയം ഇപ്പോൾ ഏതാണ്ട് 5:30 കഴിഞ്ഞിരിക്കുന്നു. ബാക്കി കരടികൾ ചിലപ്പോൾ വരുമായിരിക്കാം, അറിയില്ല. ഇരുട്ടാകാറായി. ഏതായാലും ഒത്തിരി യാത്രയാകും മുമ്പ് എനിക്ക് ബസ്സിൽ കയറി തിരിച്ച് റായ്പൂരിൽ എത്തണം. ഏതാണ്ട് 2 മണിക്കൂറിൽ അധികം യാത്രയുണ്ട്. അതുകൊണ്ട് ഞാൻ പതുക്കെ ഇവിടുന്ന് മടങ്ങുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. ശുഭയാത്ര.